നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഒരു വെറൈറ്റി വിഭവമാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല എല്ലാവർക്കും. നമ്മുടെയൊക്കെ നാട്ടിൽ പറയും ഇരുമ്പം പുളി എന്ന് പറയും. അതുകൊണ്ട് നമ്മളൊരു കറി ഉണ്ടാക്കുകയാണ്. നാളികേരം അരച്ച് നമ്മൾ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ വിഭവം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണാം. അതിന് മുമ്പായിട്ട് നമുക്ക് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ഷെയർ ചെയ്യുക എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഈ ഇരുമ്പം പുളി കറി എങ്ങനെ വെക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയുള്ള ചേരുവകൾ നമ്മളിവിടെ ഒരു 10-12 ഇരുമ്പം പുളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3-4 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക്, നമ്മൾ എരിവുള്ള പച്ചമുളക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നാളികേരം അരയ്ക്കാൻ വേണ്ടി അവിടെ മിക്സിയിൽ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കൊല്ലമുളക്, കടുക് വറുക്കാൻ വേണ്ടിയിട്ട് കടുക്, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ. നമുക്കിതിനി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ കുക്കറിൽ ഇരുമ്പം പുളിയും അതുപോലെ തന്നെ നമ്മൾ മുളക്, അതുപോലെ തക്കാളി അതെല്ലാം കൂടി ഇട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, അതുപോലെ തന്നെ ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് ഈ കുക്കറിൽ ഇത് ഒന്ന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഞങ്ങളൊക്കെ 2 മിനിറ്റ് കൊണ്ട് വെന്ത് കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ ഒരു മുറി നാളികേരം അരച്ച് ചേർക്കണം. നന്നായിട്ട് അത് ഇളക്കണിട്ട്, കാരണം ഇത് വേവാൻ അധികം താമസമൊന്നും വേണ്ട. നമുക്ക് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കടുക് നമുക്ക് പൊട്ടിച്ച് ചേർക്കാം. കുറച്ച് കരിവേപ്പില, പച്ചയ്ക്ക് കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു പിടി കടുക് നമ്മൾ അതിലേക്ക് ഇടാണ്. 1 സ്പൂൺ, ചെറിയൊരു സ്പൂൺ ഇട്ടാൽ മതി. അതിടണ്ട, നമ്മൾ ചെറിയൊരു സ്പൂൺ കടുക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് മുളക് നമ്മൾ ആവശ്യത്തിന് മുളക് നമ്മൾ അതിലേക്ക് ഇടാണ്. കൊല്ലമുളക് അത് നന്നായിട്ടൊന്ന് വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് കരിവേപ്പില കുറച്ച് ഇടുകയാണ്. നമ്മൾ കരിവേപ്പില ആവശ്യത്തിന് നമ്മൾ അതിലേക്ക് ഇടുന്നു. പിന്നെ ഇളക്കുക. നന്നായിട്ട് മൂത്ത് ഇതായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് നമ്മുടെ ഈ കറി, നമ്മൾ വെച്ചിരിക്കുന്ന കറി നമ്മൾ അതിലേക്ക് ഒഴിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ആ കറി ഒഴിക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അത് ഇളക്കുക. അതിലും നമ്മുടെ ഇരുമ്പം പുളി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മൾ ഇരുമ്പം പുളി കറി ഉണ്ടാക്കിയെന്ന്. നമ്മുടെ ഈ വിഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഏകദേശം നമുക്കൊരു 5-10 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ കറി റെഡിയാവും. ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. എന്തായാലും ഒരിക്കൽ കൂടി ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനിയും ഒരു നല്ലൊരു അടുത്തൊരു വിഭവമായിട്ട് എത്തുന്നവരെ നന്ദി, നമസ്കാരം.